പാലയിലെ വികസന മുരടിപ്പ് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ വികസന മുരടിപ്പുണ്ടെങ്കിൽ അത് അവിടുത്തെ MLA തന്നെ കഴിവുകേടാണ്. അത് പാലാ MLA മാണി സി കാപ്പൻ മാത്രമാണ് തൻ്റെ മണ്ഡലത്തിൽ വികസന മുരടിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാണി സി കാപ്പൻ്റെ പരിഭവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു പുസ്തകം തന്നെ വേണമെങ്കിൽ ഇറക്കാൻ വേണ്ടി പറ്റും. കാരണം അത്രയ്ക്ക് വലിയ ദ്രോഹമാണ് ഇദ്ദേഹത്തോട് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കിട്ടേണ്ടത്. മറിച്ച് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ലല്ലോ. എന്തുകൊണ്ട് ഈ ഒരു കോൾഡ് സ്റ്റോറേജ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചില്ല? പാലാ ജനറൽ ആശുപത്രിക്കോ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ച സമയത്ത് അതിന് എതിരെ രംഗത്ത് വരിക, ഇന്ന് വരെ പാലയിലുള്ള UDF സംവിധാനം ഒരു സമരമെങ്കിലും നടത്തിയിട്ടുണ്ടോ? യാതൊരു വികസന പദ്ധതികളും സർക്കാരിന് മുമ്പിൽ സമർപ്പിക്കാത്ത ഒരു MLA എന്നുള്ള പേരുകൂടി ഇദ്ദേഹത്തിന് കിട്ടും. 3-4 പ്രാവശ്യം KM മാണി സാറിനോട് പരാജയപ്പെട്ട ഒരാളാണ് ഒരു പ്രാവശ്യം പരാജയപ്പെട്ട ഈ ജോസ് കെ മാണി അധിക്ഷേപിച്ചുകൊണ്ടു. നമസ്കാരം. ഈ വികസന മുരടിപ്പ് പാലയിൽ മാത്രമാണോ? വികസന മുരടിപ്പ് പാലയിൽ മാത്രമായിട്ട് ഒതുങ്ങി കൂടാൻ സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റ് UDF MLA-മാരുള്ള എല്ലാ സ്ഥലങ്ങളിലും വികസന മുരടിപ്പ് എന്നുള്ളൊരു ആരോപണം ആരെങ്കിലും ഉന്നയിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ ആദ്യമായിട്ടാണ് വികസന മുരടിപ്പ് തൻ്റെ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് പറയുന്ന ഒരു MLA നമ്മൾ കാണുന്നത്. അത് ഇലക്ഷനോട് അടുത്തിരിക്കുന്ന സമയത്ത്. അത് പാലാ MLA മാണി സി കാപ്പൻ മാത്രമാണ് തൻ്റെ മണ്ഡലത്തിൽ വികസന മുരടിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വ്യക്തമാവേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ ചില പരിഭവങ്ങൾ അതെന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഈ ആരൊക്കെ ഏതൊക്കെ മന്ത്രിയെ പോയി കണ്ടിട്ടുണ്ട്, എന്തൊക്കെ ചെയ്ത്? ഞാൻ ചോദിക്കുന്നത് ജലസേചന വകുപ്പ് അവരുടെ അല്ലേ? ഈ എറണാകുളം റെയിൽവേട്ടക്കം ബ്രിഡ്ജ് വന്നിരുന്നെങ്കിൽ മുത്തോലിയും പാലായും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജായിരുന്നേ. അങ്ങ് തലപ്പലം പഞ്ചായത്തിലെ ആ പാലം വരെ ഈ വെള്ളം നിന്നെ ഈ രണ്ട് സൈഡിലുള്ള അൽപ്പാടെ കുടിവെള്ളം കിണറുകളൊക്കെ പറ്റിയില്ലേ? ആ വെള്ളം അവിടെ നിൽക്കണമായിരുന്നു. അത് നിർത്താനുള്ള സംവിധാനം ഉണ്ടാക്കണമായിരുന്നു. കേന്ദ്രത്തിന് സഹായിച്ചേനെ. ആ കേന്ദ്രത്തിന്റെ സഹായം ഉണ്ടായിരുന്ന രണ്ട് സൈഡിലും കല്ല് കെട്ടി കയറിയിരുന്നെങ്കിൽ ഒരു നടപ്പാതയും കൂടെ ഉണ്ടാക്കി ലൈറ്റ് വിട്ട് കൊടുത്തിരുന്ന പാലാട് മുഖചിത്രം മാറുകയായിരുന്നു. അതിന് അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ എന്തായാലും ചെയ്യും. അങ്ങോട്ടേക്ക് എത്തി നോക്കുകയും വേണ്ട. പാലായിട്ട് ജയിക്കാമെന്ന് ജോസ് കെ മാണി സ്വപ്നത്തിൽ വിചാരിക്കണ്ട. ഈ ടൗണിനെ നടുക്ക് കൊണ്ടുവന്ന് ഈ ക്യാൻസർ സെന്റർ പണിയുന്നതിന് പകരം KM മാണി മെമ്മോറിയൽ എന്ന് പറഞ്ഞ് തന്നെ കുറച്ച് അങ്ങോട്ടും മാറി ഒരു ക്യാൻസർ സെന്റർ പണിയുകയായിരുന്നെങ്കിൽ, ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരുമായിരുന്നെങ്കിൽ അത് നാടിന് പ്രയോജനം ഉണ്ടാകുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. തന്നെയല്ല, അതിന്റെ കൺസ്ട്രക്ഷൻ ഇനിയും മേലിൽ നിന്നൊരു സാങ്ഷൻ വരണം. 8 അടി വീതിയിലുള്ള ഭിത്തി വേണം. അതിൻ്റെ മണ്ണും സിമെന്റിന്റെയും കല്ലിന്റെയും മെറ്റലിന്റെയൊക്കെ അനുപാതത്തിൽ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ റേഡിയേഷൻ്റെയും പുറത്തേക്ക് വരും. അത് ദൂഷ്യമുണ്ടാകും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വേറൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന ക്യാൻസർ സെന്റർ ഇവിടെ പലതുകൊണ്ടുള്ള കാര്യദാസനുണ്ട്, ഇപ്പോൾ ഇവിടെ മാർസിലുകാരുണ്ട്. ഒന്ന് പോയി നോക്കാം. ഞാൻ പറഞ്ഞതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ മനസ്സിലാകും. നീ ഈ പറഞ്ഞ വണ്ടം ബ്രിഡ്ജ് വരെ ഇതും പലതും നോക്കിയിട്ട് അവസാനം ഒരു സാങ്ഷൻ തന്നില്ലല്ലോ. അവരൊന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ടേ തരുള്ളൂ. തന്നില്ലെങ്കിൽ ഇതും ഇവിടെ വേസ്റ്റല്ലേ. അപ്പം ഇപ്പം കൊടുത്തേക്കുന്ന 20 കോടിയും 5 കോടിയൊന്നും നടക്കാൻ പോകുന്നില്ല. അത് കാരണം ഇവരല്ലല്ലോ. അവരും മന്ത്രവും തന്ത്രവും കുതന്ത്രവും ഒക്കെ പ്രയോഗിക്കും നാട്ടുകാരുടെ ഇടയിലേക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വരുത്താൻ. എന്നിട്ട് നേരെ യേശു ക്രിസ്തുവിനെ പോലെ പറയാം, എന്നെ ദ്രോഹിക്കുന്നു, എന്നെ കളിയാക്കുന്നു, ഞാൻ മോശക്കാരനാണെന്ന് പറയുന്നു. ഞാൻ മോശക്കാരനാണെന്ന് ഞാൻ എത്ര എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇദ്ദേഹം പറയുന്ന ഈ കാര്യങ്ങൾ, അതായത് മാണി സി കാപ്പൻ്റെ പരിഭവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു പുസ്തകം തന്നെ വേണമെങ്കിൽ ഇറക്കാൻ വേണ്ടി പറ്റും. കാരണം അത്രയ്ക്ക് വലിയ ദ്രോഹമാണ് ഇദ്ദേഹത്തോട് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇദ്ദേഹം ഇപ്പോൾ ഈ എണ്ണി പറയുന്ന പദ്ധതികളുണ്ടല്ലോ, ഈ പദ്ധതികൾക്ക് സർക്കാർ വേണ്ടത്ര പണം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരം ഈ പാലായിൽ എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ? ആ പ്രദേശത്തൊരു പദ്ധതി വരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം പ്രപ്പോസൽ കൊടുക്കുന്നു, ആ പ്രപ്പോസൽ സർക്കാർ അനുവദിക്കുന്നില്ല. ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോസ് കെ മാണിയാണ് ഇദ്ദേഹത്തിന്റെ പദ്ധതികൾ മുഴുവൻ ഇല്ലാതാക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മളത് വിശ്വസിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം നമ്മളും പറഞ്ഞിട്ടുണ്ട് ജോസ് കെ മാണിയുടെ കാര്യം. പക്ഷേ ഇന്ന് ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കിട്ടേണ്ടത്. മറിച്ച് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ലല്ലോ. അതായത് നമ്മുടെ അടുത്ത് പരിശോധിക്കുന്ന സമയത്ത് പാലാ നിയോജക മണ്ഡലത്തിൽ കിഫ്ബി, അതായത് ഇപ്പോൾ സർക്കാർ ബഡ്ജറ്റിൽ തുക അനുവദിച്ചില്ല എന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം തന്നെ പറയുന്ന ഈ കോൾഡ് സ്റ്റോറേജ് ഉണ്ട്, അവിടുത്തെ കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം ശേഖരിച്ച് വെക്കാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം ഓഫ് സീസണിൽ അത് വീണ്ടും വിറ്റ് കഴിഞ്ഞാൽ വലിയ തുക കിട്ടും എന്നൊക്കെയുള്ള രീതിയിൽ പല ഇൻ്റർവ്യൂകളിലും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ഈ ഒരു കോൾഡ് സ്റ്റോറേജ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചില്ല? കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പദ്ധതികൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ടല്ലോ. ഈ കിഫ്ബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പരിശോധിച്ചതിന് ശേഷം അതിനുതകുന്ന രീതിയിലുള്ള പദ്ധതികൾ
എന്തുകൊണ്ട് കിഫ്ബിക്ക് മുമ്പിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലാ MLA ക്ക് സാധിച്ചിട്ടില്ല? UDFന്റെ ഒട്ടുമിക്ക MLA മാരും കിഫ്ബി പദ്ധതികൾക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്, അത് അവർക്ക് അനുവദിച്ചിട്ടുണ്ട്, അത് അവരുടെ വികസന നേട്ടമായിട്ട് അവരിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു വികസന മുരടിപ്പ് എന്ന് സ്വയം ഒരു MLA തന്നെ പറയുമ്പോൾ അതിൽ എന്താ പറയേണ്ടത് എന്ന്, എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പാലയിലെ ജനങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും. ഈ പാലയിലുള്ള ജനങ്ങളെയൊക്കെ സാധാരണ എല്ലാവരും അത്യാവശ്യം ഒരു വിദ്യാഭ്യാസമൊക്കെയുള്ള ഒരു സാംസ്കാരിക നിലവാരമൊക്കെ ഉയർന്ന രീതിയിലുള്ള ആളുകളായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയ ഒരു അബദ്ധമായിട്ട് മാറുമോ ഇദ്ദേഹം എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഇപ്പോൾ സംശയമുണ്ട്. കാരണം പാലായിൽ മാത്രമാണ് വികസന മുരടിപ്പ് എന്നൊക്കെ സ്വയം അങ്ങോട്ട് സമ്മതിക്കുക. അതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്, പാലാ ജനറൽ ആശുപത്രിക്ക് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ച സമയത്ത് അതിന് എതിരെ രംഗത്ത് വരിക. കാരണം അതിന്റെ സമീപ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കെല്ലാം ക്യാൻസർ വരുമെന്ന് പറഞ്ഞു വരത്തുക. മാർസ്ലിമ മെഡിസിറ്റിയുടെ ചുറ്റും താമസിക്കുന്ന ആളുകൾക്കൊക്കെ ഭയങ്കരമായ ഒരു മാനസികാവസ്ഥ അവരുടെ എന്തായിരിക്കും ആലോചിച്ച് നോക്കി. അവരൊക്കെ ഭയങ്കര ആശങ്കയിലാണുള്ളത്. ഇദ്ദേഹം ഒരു MLA ഇത് പറഞ്ഞിരിക്കുന്നത്. MLA പറയുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ സംഭവിക്കുക. കാരണം ഇദ്ദേഹം പറയുന്നത് 8 അടി വീതിയിൽ വേണം ഭിത്തി പണിയുന്നതാണ്. ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഭിത്തിക്ക് 8 അടി വേണമെന്നുണ്ടെങ്കിൽ അത് പണിയത്തില്ല അവിടെ. അത് ഇദ്ദേഹം ഇങ്ങനെ കിടന്ന് കരയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇദ്ദേഹം അറിഞ്ഞിട്ട് പോലുമില്ല ഇങ്ങനത്തെ ഒരു റിക്വസ്റ്റ് പോയേക്കുന്ന കാര്യം. അത് അവിടുത്തെ MP ആയിട്ടുള്ള ജോസ് കെ മാണിയാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് നടത്തിയിട്ടുള്ളത്. അതവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൂടാണ്ട് മിനിഞ്ഞാന്ന് പാലായിൽ നടന്ന വികസന മുന്നേറ്റ ജാഥയുടെ ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തേക്ക് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ആ ജാഥയിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അതുകൂടാതെ നിഷ്പക്ഷരായിട്ടുള്ള ഒരുപാട് ആളുകൾ ആ ജാഥയിൽ എത്തിച്ചേർന്നു എന്നുള്ളതിനാണ് ആ ജാഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഒരു ഹൈപ്പൊന്നും ഇപ്രാവശ്യം സ്വയം വികസന മുരടിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാരിനെയും അതോടൊപ്പം തന്നെ MPയെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ശക്തമായൊരു തിരിച്ചടി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഞാനൊരു കാര്യം ചോദിച്ചുകൊള്ളുന്നത്, തങ്ങൾ അനുവദിക്കുന്ന പദ്ധതി ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു നിരാഹാരം ഇരുന്നുകൂടെ? നിയമസഭയ്ക്ക് മുമ്പിൽ എന്റെ മണ്ഡലത്തെ അവഗണിക്കുന്നു. ഇന്ന് വരെ പാലയിലുള്ള UDF സംവിധാനം ഒരു സമരമെങ്കിലും നടത്തിയിട്ടുണ്ടോ? പാലയെ സംസ്ഥാന സർക്കാർ അവഗണിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് എത്രയോ MLA മാർ തങ്ങളുടെ മണ്ഡലത്തെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയിട്ടുണ്ട്. നിയമസഭയ്ക്ക് അകത്ത് സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കാതിരുന്നത്? അതിനുശേഷം തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് എതിർ സ്ഥാനാർത്ഥിയെ ആശയപരമായിട്ട് സംബന്ധിച്ച് തോപ്പിക്കുന്നേ, അല്ലെങ്കിൽ ജനങ്ങളെ കൺവിൻസ് ചെയ്ത് തോപ്പിക്കുക. യാതൊരു വികസന പദ്ധതികളും സർക്കാരിന് മുമ്പിൽ സമർപ്പിക്കാത്ത ഒരു MLA എന്നുള്ള പേരുകൂടി ഇദ്ദേഹത്തിന് കിട്ടും. ഞാൻ പറയട്ടെ, ഒരു പദ്ധതി സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിതിന് മുമ്പും ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് മന്ത്രിക്ക് കൊണ്ടുപോയി ഒരു കത്ത് കൊടുക്കുന്നത് കൊണ്ട് അത് പദ്ധതിയാവത്തില്ല. അതിൻ്റെ ഒരു ഫോളോ അപ്സും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് നടത്തണം. അത് നടത്താതെ വരുന്ന സമയത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അത് മനസ്സിലാക്കാൻ സാധിക്കാതെ ഇങ്ങനെ ഇത് വിലപിച്ചിട്ടുള്ള കാര്യമുണ്ടോ? അത് സ്വയം പല്ലുകുത്തി നാറ്റിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ രീതിയിലേക്കാണ് ഇദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് എന്തോ ഒരു ഭയങ്കര വെപ്രാളമായി പോയി എന്ന് എനിക്ക് തോന്നുന്നു മിനിഞ്ഞാന്നത്തെ വികസന മുന്നേറ്റ ജാഥ കണ്ടപ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് ഇത് എന്തൊക്കെയോ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു പ്രത്യേകത എന്താണെന്നറിയോ? മാണി സി കാപ്പൻ എന്ന് പറയുന്ന ആൾക്കും ഇപ്പം മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതിന് ഒരു പ്രത്യേകതയുണ്ട്. ജോസ് കെ മാണിക്കും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക ആളുകളും പാലാ നിയോജക മണ്ഡലത്തിലോ അല്ലെങ്കിൽ അതിന്റെ അതിർത്തിയിലോ ഒക്കെ താമസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മണ്ഡലത്തിനോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ മണ്ഡലത്തിലെ കാര്യങ്ങൾ കൂടുതൽ പറയാനായിട്ടുള്ള ഒരു താല്പര്യം അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ പാലാ മണ്ഡലം എപ്പോഴും ദൃശ്യമാധ്യമങ്ങളിൽ വരുന്നത്. പാലാ മുനിസിപ്പാലിറ്റി എപ്പോഴും ദൃശ്യമാധ്യമങ്ങളിൽ ചർച്ചയായിട്ട് വരാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. കാരണം അല്ലെങ്കിൽ കേരളത്തിലെ ബാക്കി 139 നിയോജക മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഏതെങ്കിലും ഒരു മത്സരത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ചാനലുകൾ ഇതുപോലെ ചർച്ച ചെയ്യുന്നുണ്ടോ? VD സതീശന്റെ പറവൂരിനെ കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ? ധർമ്മടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അത് പാലയെക്കുറിച്ച് മാത്രം ഇങ്ങനെ ചർച്ച ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്നുള്ളതാണ് വ്യക്തം. അപ്പോൾ അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി എന്ന് പറയുന്ന ആള് കുറച്ചൊക്കെ ഒരു വിഷനും മിഷനും ഒക്കെ ഉള്ള ആളായിരിക്കണമെന്നേ. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ചില സമയത്ത് 3 പ്രാവശ്യം 4 പ്രാവശ്യം കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പരാജയപ്പെട്ടിട്ടുണ്ട്. 3-4 പ്രാവശ്യം KM മാണി സാറിനോട് പരാജയപ്പെട്ട ഒരാളാണ് ഒരു പ്രാവശ്യം പരാജയപ്പെട്ട ഈ ജോസ് കെ മാണി അധിക്ഷേപിച്ചുകൊണ്ട് നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 4 പ്രാവശ്യം 3 പ്രാവശ്യം കൊണ്ട് അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട് KM മാണി സാറിനോട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഒരു പ്രാവശ്യം മാത്രം തോറ്റിട്ടുള്ള ജോസ് കെ മാണിയെ കുറ്റം പറഞ്ഞ് അദ്ദേഹത്തെ അധിക്ഷേപിച്ച് ഇനി അദ്ദേഹം ജോസ് കെ മാണി പാലയിൽ നിന്ന് വിജയിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ പറയാനായിട്ട് എന്താ പാലയിലെ വോട്ടർമാർ മൊത്തം ഇദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലാണോ?
അല്ലെങ്കിൽ ഇദ്ദേഹമാണ് പാലയിലെ മഹാരാജാവ് ഇദ്ദേഹമാണോ? ഇദ്ദേഹം പണ്ട് അവിടുത്തെ വലിയ കുടുംബക്കാരനൊക്കെയാണ്, അതിലൊന്നും പറയുന്നില്ല. ഒരുപാട് ആളുകൾ കാപ്പൻ കുടുംബത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഫേസ്ബുക്കിനടിയിൽ നോക്കിയാൽ മതി, ഇഷ്ടം പോലെ ആളുകളെ കാണാം കാപ്പൻ കാപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തെറി പറയുന്ന ആളുകൾ. അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഈ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇഷ്ടംപോലെ ആളുകളൊക്കെ ഉണ്ട്, വലിയ തറവാടികളാണ് അവരൊക്കെ. പക്ഷേ അവർക്ക് വളരെ സാധാരണക്കാരനായിരുന്ന കെ എം മാണി സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ കേരള കോൺഗ്രസ് എന്നൊരു വലിയ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത സമയത്ത് അദ്ദേഹത്തോട് തോന്നിയിട്ടുള്ള ഒരു ജലസി, ആ ജലസി ഇന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അങ്ങനെയുള്ളൊരു കുടുംബ പോരാണ് ഇതിനകത്തുള്ളത്. അതായത് ഒരു സാധാരണക്കാരൻ്റെ കുടുംബത്തിൽ നിന്നും വളർന്നു വന്ന കെ എം മാണി സാറിനോട് ഉള്ള ഒരു ജലസി, ആ ജലസി അങ്ങനെ ജലസിയായിട്ട് തന്നെ ഉണ്ടാവും. അത് ഇങ്ങനെ ഇനിയൊരു തലമുറ വന്നു എന്ന് കരുതുക, ആ തലമുറയോടും ഈ ജലസി ഉണ്ടാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാലയിലെ വികസന മുരടിപ്പ് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ വികസന മുരടിപ്പുണ്ടെങ്കിൽ അത് അവിടുത്തെ MLA-യുടെ തന്നെ കഴിവുകേടാണ്. അത് മറ്റാരുടെയും കഴിവുകേടായിട്ട് പറഞ്ഞിട്ട് യാതൊരുവിധ കാരണവുമില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്.